Hi, see the question. A capacitor C is first charged fully with a potential difference of V0 and disconnected from the battery. The charged capacitor is connected across an inductor having inductance L. Capacitance C ആണ് okay. If in T seconds, 25% of the initial energy of the capacitor is transferred to the inductor. The value of T is dash seconds. ഓക്കെ എൽ സി ഓസിലേഷനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവും അല്ലേ. എൽ സി ഓസിലേഷൻ കാരണം ഒരു എൽ സി സർക്യൂട്ടിൽ കറൻറ്റും ചാർജും ഇങ്ങനെ എസ് എച്ച് എം രൂപത്തിലാണ് അത് വാരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആണ് ടു ദ പൊട്ടൻഷ്യൽ V0. അപ്പോൾ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ്, എന്നിട്ട് ആ ചാർജ്ഡ് കപ്പാസിറ്റർ ഇൻഡക്ടറിന് അക്രോസിൽ നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂ, ഇവിടെ ചാർജും കറണ്ടും ഓസിലേറ്റ് ചെയ്യുന്നു ആൻഡ് ഹെൻസ് എനർജി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയുന്നു 25% ഓഫ് ദ എനർജി ഓഫ് ദ കപ്പാസിറ്റർ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ഇൻഡക്ടർ ഇൻ T സെക്കൻഡ്സ്. അങ്ങനെയാണെങ്കിൽ ആ T സെക്കൻഡ്സ് T എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ഇനീഷ്യൽ എനർജിനെ ഞാൻ U0 എന്ന് കൊടുക്കാം കേട്ടോ. U0. അപ്പോൾ U0ന് എനിക്ക് എന്ത് ചെയ്താം, ഹാഫ് സി V0 സ്ക്വയർ. കാരണം കപ്പാസിറ്റൻസ് സി ആണ്, ആ പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് V0 ആണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി. അപ്പോൾ ആ ക്യൂ എന്ന് പറഞ്ഞത് ആ മാക്സിമം ചാർജിനാണ് ക്യൂ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളോട് ഇവിടെ പറയുന്നു യെസ്. ഓക്കെ, ഇനി ചാർജിന്റെ അറ്റ് എനി ഇൻസ്റ്റന്റിൽ ചാർജിന്റെ ഇക്വേഷൻ എന്താ? ചാർജ് എങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നത്? അത് ക്യൂ കോസ് ഒമേഗ ടി. ഈ പോയിന്റ് നിങ്ങൾക്ക് അറിയണേ. ചാർജിന്റെ ഓസിലേഷൻ എങ്ങനെ ഉണ്ടാവുക? ക്യൂ, ക്യാപിറ്റൽ ക്യൂ കോസ് ഒമേഗ ടി. സ്മോൾ ക്യൂ എന്താ? ചാർജ് അറ്റ് എനി ഇൻസ്റ്റന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കറണ്ടും കണ്ടെത്താം. കാരണം ഇൻഡക്ടറിന്റെ എനർജിക്ക് നമുക്ക് ഹാഫ് Li² വേണം. അപ്പോൾ അതിന് I വേണം. അപ്പോൾ I ഈസ് ഈക്വൽ ടു dq ഡിവൈഡഡ് ബൈ dt ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? മൈനസ് ഒമേഗ ക്യൂ സൈൻ ഒമേഗ ടി. ശരിയല്ലേ? ദാറ്റ് ഈസ് കറണ്ട്. അപ്പോൾ കറണ്ട് നമ്മുടെ കയ്യിലെത്തി, ചാർജ് നമുക്കായി. ഓക്കെ, മാക്സിമം എനർജിയാണ് U0 എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് വേണ്ടത് UC ആണ്. UC, അപ്പോൾ എനർജി ഓഫ് ദ കപ്പാസിറ്റർ എറ്റ് എനി ഇൻസ്റ്റന്റ്. അപ്പോൾ അത് എത്രയാണ്? അത് ഹാഫ് ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ സി. ശരിയല്ലേ? ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി. അത് സ്മോൾ ക്യൂ ആണ്, ചാർജ് അറ്റ് എനി ഇൻസ്റ്റന്റ്. ദെർഫോർ വാട്ട് യു ക്യാൻ റൈറ്റ്, ക്യൂ ഇവിടെ നമുക്കറിയാം. അപ്പോൾ ക്യൂ സ്ക്വയർ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ക്യൂ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി ഹോൾ ഡിവൈഡഡ് ബൈ 2c. റെഡി ആണല്ലോ? ഹോൾ ഡിവൈഡഡ് ബൈ 2c. റെഡി. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ദാറ്റ് ഈസ് അതിലൊരു കാര്യം കൂടെ നമുക്ക് കൊടുക്കാം. കാരണം നമുക്ക് ക്യൂ സ്ക്വയർ ബൈ 2c, ക്യൂ സ്ക്വയർ ബൈ 2c ആരാണ്? അത് U0 ആണ്. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷനും നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു UC ഈക്വൽ ടു U0 കോസ് സ്ക്വയർ ഒമേഗ ടി. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. നൗ സിമിലർലി നമ്മൾ UL ഇൻഡക്ടറിൻ്റെ എനർജി, UL എന്ന് പറഞ്ഞത് ഹാഫ് Li² ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു L ഇൻറ്റു I നമ്മളിവിടെ കണ്ടെത്തി, അതിനെ സ്ക്വയർ എടുക്കണം. അപ്പോൾ എന്താ കിട്ടുക? ഒമേഗ സ്ക്വയർ ക്യൂ സ്ക്വയർ മൈനസ് പോയി സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് കിട്ടും. സൈൻ സ്ക്വയർ ഒമേഗ ടി. യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ. ഒരു കാര്യം കൂടെ നമുക്കിവിടെ അറിയാലോ. അതെന്താ? ഒമേഗ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒമേഗ ഈസ് ഈക്വൽ ടു 1/√LC ആണ്. കാരണം ഇവിടെ നമുക്ക് L ഉണ്ട്. അപ്പോൾ അതിനെ ഡീൽ ചെയ്യാൻ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/LC ആണ്. ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/LC. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ദെർഫോർ യു വിൽ ഗെറ്റ് ഹാഫ് ഇൻറ്റു L ഇൻറ്റു 1/LC ഇൻറ്റു ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. യു ക്യാൻ ക്യാൻസൽ L. യെസ്, ബാക്കി നമുക്ക് UL ഈസ് ഈക്വൽ ടു, യെസ് ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യാണ്. UL ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ
sin square omega t whole divided by 2c. Yes, again what is this? See, q square by 2c ആരാ? u naught ആണ്. That is u naught. അപ്പോൾ u naught sin square omega t എന്ന് കിട്ടും. u naught sin square omega t, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, യു സിയും യു എല്ലും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളോട് ഇവിടെ പറഞ്ഞത് എത്ര പെർസെൻറ്റേജ്? 25% ഓഫ് ഇനീഷ്യൽ എനർജി ഓഫ് ഇത് കപ്പാസിറ്റർ ട്രാൻസ്ഫേർഡ് ടു ഇൻഡക്ടർ അല്ലേ? 25% ഇൻഡക്ടറിലേക്ക് പോയി എന്ന്. ഓക്കെ, ടോട്ടൽ യെസ്. അപ്പോൾ ദെർഫോർ വാട്ട് ഡസ് ഇറ്റ് മീൻ? ദിസ് ഈസ് ഈക്വൽ ടു യു നോട്ട് ഡിവൈഡഡ് ബൈ 4 എന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ദിസ് ഈസ് ഈക്വൽ ടു യു നോട്ട് ഡിവൈഡഡ് ബൈ 4. 25% ഓഫ് ടോട്ടൽ എനർജി ഈക്വൽ ആണ് ഇൻഡക്ടറിൻ്റെ എനർജി. അതിനുള്ള ടൈമാണ് നമുക്ക് വേണ്ടത്, ശരിയല്ലേ? അപ്പോൾ യു എൽ ഈക്വൽ ടു, ഓക്കെ, അപ്പോൾ ദെർഫോർ അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാം അവിടെ, ബട്ട് യു എൽ ഈക്വൽ ടു യു നോട്ട് ഇൻറ്റു 1/4. Therefore u naught by 4 that is equal to equation 2 കൊടുക്കുക u naught sin square omega t. നമുക്ക് u നോട്ടുകൾ കട്ട് ചെയ്യാം. u നോട്ട് കട്ട് ചെയ്തു, then you will get sin omega t. കണ്ടോ, t കിട്ടലല്ലേ നമുക്ക് ആവശ്യം? ഈക്വൽ ടു 1/√4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഒമേഗ ടി ഈസ് ഈക്വൽ ടു 30 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു π/6 കിട്ടും. നമുക്ക് ആൻസർ എന്താണ്? ടി ആൻസറിൽ ഒമേഗൻ്റെ ടേമിലാണ് അല്ലേ? ഓക്കെ, ദെർഫോർ ടി ഈക്വൽ ടു 1/ω π/6. ആരാണ് ഒമേഗ? π/6 ഇൻറ്റു 1/√LC. π/6 ഇൻറ്റു ഒമേഗ ഡിനോമിനേറ്ററിലാണ്. ഒമേഗ ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ √LC മുകളിൽ. യെസ്, കാരണം ഒമേഗ ഇസ് ഈക്വൽ ടു 1/√LC ആണ്. ഇവിടെ ഒമേഗ ഡിനോമിനേറ്ററിലാണ്. π/6 √LC. ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ.